സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് ജോലിയുടെയൊക്കെ ആവശ്യത്തിനായിട്ടേ നമ്മൾ വേറൊരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യുമ്പം പ്രത്യേകിച്ചും നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻസ് കാണും അല്ലേ. അവരുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ആയി പോവും, അവർ നമ്മളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, നമ്മളുമായിട്ട് അവർ ഓക്കെ ആയി പോവോ, നമുക്ക് ആ ഒരു കൺട്രി ഓക്കെ ആയിട്ട് വരുമോ, ഇങ്ങനെയുള്ള നൂറ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമല്ലേ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലല്ല നമ്മൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഡബിൾ ആയിരിക്കും. കാര്യം അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ ഞങ്ങൾ വന്നു പെട്ടതും അങ്ങനെയുള്ളിടത്താണേ. ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലാണ്, അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടഷ്കനിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് മൊത്തം ഉസ്ബെക്ക് അല്ലെങ്കിൽ റഷ്യൻ അറിയാവുന്ന ആൾക്കാരാണ്. മലയാളീസ് അങ്ങനെയൊന്നും ഇല്ല. മലയാളീസ് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊക്കെ ചെന്നപ്പോഴത്തേന് താഴെയൊക്കെ ഇരിക്കാനൊക്കെ പോയപ്പോഴത്തേന് എനിക്ക് പേടിയായിരുന്നു. കാര്യം കുഞ്ഞിനെ ഇവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ, കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിത്തീരും. പക്ഷേ നമ്മളെ വണ്ടറാക്കി ഇവർ നമ്മുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയും അവളെ കളിപ്പിക്കുകയും അവളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും, ഈ കുഞ്ഞിനാണെങ്കിൽ അവരെ വളരെ കാര്യമാണ്, അങ്ങനെ അവളെ കളിക്കാൻ കൂട്ടാക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേന് അതൊക്കെ കാണുമ്പോഴത്തേന് നമുക്ക് വളരെ സന്തോഷമായി. കാര്യം ഇവിടെ ഉള്ളവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മളെ വളരെയധികം ഇഷ്ടമാണ് ഇവർക്ക്. എവിടെ കണ്ടാലും ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ തരികയും ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയേ.